Debate with Dr. Arun Kumar. വടക്ക് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ചയായിരുന്നു. ഭരണപക്ഷവും പ്രതിപക്ഷവും. ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പക്ഷേ മുഖ്യമന്ത്രി പങ്കെടുത്തില്ല. രാവിലെ സഭയിലെത്തിയ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും വോയിസ് റെസ്റ്റ് വേണമെന്നുമാണ് സ്പീക്കർ അറിയിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് ഡോക്ടറെ കാണിക്കാൻ അദ്ദേഹത്തിന് കടുത്ത തണുപ്പും വോയിസ് റെസ്റ്റ് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഡോക്ടറെ കാണിച്ചു. അദ്ദേഹത്തിന് സമ്പൂർണ്ണ വോയിസ് റെസ്റ്റാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം സഭയിൽ ഉണ്ടാവില്ല എന്ന കാര്യം അറിയിക്കുകയാണ്. അദ്ദേഹം ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ മന്ത്രിയെ സഭാ നടപടികൾ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ മുഖ്യമന്ത്രിയുടെ അസുഖം ആകസ്മികമാണോ എന്ന് ചോദ്യമുയർത്തി പ്രതിപക്ഷം രംഗത്തെത്തി. ADGP MR അജിത് കുമാർ പോയത് മുഖ്യമന്ത്രിയുടെ ദൂതനായെന്ന് N ഷംസുദ്ദീൻ MLA ആരോപിച്ചു. 2 തവണയാണ് ADGP ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി RSSന്റെ റാം മാധവ് എന്ന് പറയുന്ന തലവനുമായിട്ട് 2 തവണയാണ് ചർച്ച നടത്തുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഈ ഉദ്യോഗസ്ഥനോട് എന്തിനാണ് നിങ്ങൾ RSSന്റെ തലവന്മാരെ RSSന്റെ നേതാക്കന്മാരെ നിരന്തരം കാണുന്നത് എന്ന് ചോദിക്കാനുള്ള ധൈര്യം ഈ ഗവൺമെന്റിനുണ്ടായില്ല. ഈ ഗവൺമെന്റ് അത് ചെയ്തില്ല. മുഖ്യമന്ത്രി ചോദിച്ചില്ല, ആഭ്യന്തരമന്ത്രി ചോദിച്ചില്ല. സർ, ഒരു നടപടിയും സ്വീകരിച്ചില്ല. എങ്ങനെ ചോദിക്കും? സന്ദർശനം മുഖ്യമന്ത്രിക്ക് വേണ്ടിയാകുമ്പോ, അജിത് കുമാർ ദൂതനാകുമ്പോ ചോദിക്കാൻ പ്രയാസം ഉണ്ടാവും. അപ്പോഴാണ് ഈ കള്ളക്കളികൾ ഇങ്ങനെ പുറത്തു വരുന്നത്. സാർ, നിയമസഭയ്ക്കുള്ളിലും ADGPക്കെതിരെ CPI നിലപാട് കടുപ്പിച്ചു. RSS നേതാക്കളെ കണ്ടതിന് ന്യായീകരിച്ചിട്ടില്ലെന്ന് E ചന്ദ്രശേഖരൻ MLA വ്യക്തമാക്കി. ഇടതുപക്ഷ സർക്കാരിന്റെ നിലപാടിനെതിരെ ഏതുദ്യോഗസ്ഥൻ പ്രവർത്തിച്ചാലും കർശന നടപടിയുണ്ടാകും. മുഖ്യമന്ത്രി ന്യൂനപക്ഷത്തിനെതിരെ സംസാരിക്കുന്നുവെന്ന ആരോപണം അംഗീകരിക്കാൻ കഴിയില്ലെന്നും E ചന്ദ്രശേഖരൻ പറഞ്ഞു. RSSലെ ചില നേതാക്കന്മാരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ചെന്ന് കണ്ടു എന്ന് പറയുന്ന വിഷയമാണ് ഇതിലെ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അതിനെ, ആ കാണലിനെ, ആ സന്ദർശനത്തെ ന്യായീകരിക്കാൻ ആരും നിന്നിട്ടില്ല സർ. അത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണെന്നും ആ പ്രശ്നത്തിലെ ദുരൂഹമായ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്ത് എന്നത് സംബന്ധിച്ചൊക്കെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. ADGP RSS കൂടിക്കാഴ്ചയിലെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ ചൊല്ലി നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനും മന്ത്രി MB രാജേഷും കൊമ്പുകൊടുത്തു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഇല്ലെന്നും പ്രതിപക്ഷം വസ്തുതാവിരുദ്ധ കാര്യങ്ങൾ ആധികാരികമായി പ്രചരിപ്പിക്കുകയാണെന്നും മന്ത്രി MB രാജേഷ് ആരോപിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് 23-ന് മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തെത്തിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചു. വസ്തുതാവിരുദ്ധമായ കാര്യം ആത്മവിശ്വാസത്തോടെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് മന്ത്രി P രാജീവ് ആരോപിച്ചു. മെയ് 24-ാം തീയതി മുഖ്യമന്ത്രിക്ക് ADGPയുടെ സന്ദർശനത്തെക്കുറിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നടപടിയെടുത്തില്ല എന്നാണ്. എത്രത്തോളം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ആധികാരികമെന്ന വ്യാജേന അവതരിപ്പിക്കാം എന്നതിന്റെ ഉദാഹരണമാണത്. അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അദ്ദേഹം സഭയുടെ മേശപ്പുറത്ത് വെക്കട്ടെ. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തു എന്നുള്ളതിന്റെ തെളിവ് ഞാൻ തരാം. 23-ാം തീയതി മുഖ്യമന്ത്രിയുടെ ടേബിളിൽ ഇതുണ്ടായിരുന്നു. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ നിന്നവരാണ് കോൺഗ്രസ് എന്ന KT ജലീലിന്റെ പ്രസ്താവനയും തർക്കത്തിനിടയാക്കി. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് UDYF പ്രവർത്തകർ നിയമസഭയിലേക്ക് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പല റൗണ്ട് പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്തിരിയാതിരുന്ന പ്രവർത്തകർക്ക് നേരെ 4 തവണ ടീർ ഗ്യാസും പ്രയോഗിച്ചു. ചോദ്യം സഭയിൽ സർക്കാർ പ്രതിരോധിച്ചോ എന്നാണ്. അതിഥികളായി PM ആർഷോ CPM പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, മുസ്ലിം ലീഗ് പ്രതിനിധി PK നവാസ് എന്നിവരാണ് നമുക്കൊപ്പം. ആദ്യം മുസ്ലിം ലീഗ് പ്രതിനിധി PK നവാസിലേക്ക്. PK നവാസ്, ഇന്നിപ്പോൾ നിയമസഭയ്ക്ക് മുന്നിൽ നമ്മൾ കണ്ടത് വലിയ പോരാട്ടമാണ്.
വലിയ യുവജന സംഘടനകളുടെ പ്രതിനിധികളുടെ ഒരു ആൾക്കൂട്ടം യഥാർത്ഥത്തിൽ ആ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുന്നത് കണ്ടു, ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നത് കണ്ടു. അപ്പോഴൊന്നും യുവജന സംഘടനയുടെ പ്രതിനിധികൾ, യൂത്ത് ലീഗിൻ്റെ അടക്കമുള്ള പ്രതിനിധികൾ പിൻവാങ്ങാതെ പോലീസുമായി ഏറ്റുമുട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തിനാണ് പോലീസുമായി ഏറ്റുമുട്ടിയത്? ശരൺകുമാർ, വർത്തമാനകാലത്ത് അങ്ങനെ ഒരു ചോദ്യം ഉയരുക എന്ന് പറയുന്നത് തന്നെ ഏറെ പ്രയാസകരമാണ്. കാരണം കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്രയും ഗൗരവമായ രൂപത്തിലേക്ക് കേരളത്തിലെ പോലീസ് സംവിധാനത്തിനകത്തേക്ക് സംഘപരിവാർ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന് ഇതിനുമേലപ്പുറത്തേക്ക് നമുക്ക് മറ്റൊരു തെളിവ് ആവശ്യമില്ല. നോക്കൂ, സംഘപരിവാറിന്റെ ഒരു നുഴഞ്ഞുകയറ്റം എന്ന് പറയുന്നത് ഈ സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്നതാണ് എന്ന കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും തർക്കമില്ല. അങ്ങനെ ഒരു വിഷയത്തിന് മുകളിൽ ഒരു മുഖ്യമന്ത്രി നിരന്തരമായി അതിനെ മറച്ചു പിടിക്കാനും അവരെ സംരക്ഷിക്കാനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേരളം, മാത്രമല്ല അതിൽ നിന്ന് വിഷയങ്ങൾ ഡൈവേർട്ട് ചെയ്തു പോകാൻ വേണ്ടി ഒരു ജില്ലയെയോ ഒരു സമൂഹത്തെയോ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അജണ്ടകൾ നിശ്ചയിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ്, അപ്പോ വർഗീയതയെ തങ്ങളുടെ രാഷ്ട്രീയമായ ഒരു കവചമായി ഉപയോഗിക്കുന്ന ഒരു ഗവൺമെന്റിനോടുള്ള ഏറ്റവും വലിയ പ്രതിരോധമാണ് ഇന്ന് ഈ തെരുവുകളിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതിശക്തമായി തെരുവിൽ ഇറങ്ങുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സാധാരണ അഴിമതി കേസിന് അപ്പുറത്തേക്ക് ഞങ്ങൾ ഏറ്റവും ഭയപ്പാടോടുകൂടിയും ഭീകരമായും കാണുന്നത് ഈ വർഗീയതയെ കവചമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന RSSനെ കവചമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാരം. ഞങ്ങൾ അഴിമതിയേക്കാൾ സ്വജനപക്ഷപാതത്തെക്കാൾ ഏറ്റവും അപകടകരമായ ഒന്ന് ഒരു ഭരണകൂടം വർഗീയതയെ കൂട്ടുപിടിക്കുന്നുവെന്ന് തന്നെ അത്ര ഗൗരവമായി കാണുകയാണ്. കേട്ടിട്ടുണ്ടാകുമല്ലോ, സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിന് 1ാം റാങ്ക് കൊടുത്താൽ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നാണ് KT ജലീൽ ഇന്ന് പ്രസ്താവിച്ചിരിക്കുന്നത്. അല്ല, KT ജലീലിന് MLA ആയി തുടരാൻ അങ്ങനെ പറയാനേ നിവൃത്തിയുള്ളൂ, അല്ലാതെ മറ്റു നിവൃത്തിയില്ല. ശരൺകുമാർ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ, ജലീൽ അങ്ങനെ പറഞ്ഞാലേ ജലീലിന് പ്രസക്തിയുള്ളൂ. അതിനപ്പുറത്തേക്ക് ജലീലിന് എന്ത് പ്രസക്തിയാണ്? ഈ പുതിയ കാലത്തും സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ ചാമ്പ്യൻ പിണറായി വിജയനാണ് എന്ന് പറയുന്നതിനേക്കാൾ പരമവിഡിത്വം മറ്റെന്തുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. നോക്കൂ, ഏറ്റവും അവസാനം ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യം പ്രസക്തമല്ലേ, അതിന് ഉത്തരം പറയാൻ ഗവൺമെന്റ് സാധിച്ചോ? ഇവർ പറയുന്നു ഹിന്ദു ദിനപത്രത്തിലെ വാചകങ്ങൾ അത് അത്യധികം ഹീനമാണ് എന്ന് ഗവൺമെന്റ് സമ്മതിക്കുന്നു, പിണറായി വിജയൻ സമ്മതിക്കുന്നു. സ്വാഭാവികമായി പ്രതിപക്ഷം ചോദിച്ച 3 ചോദ്യങ്ങളുണ്ട്. ഈ ഹിന്ദു ദിനപത്രത്തിൽ കൊടുത്തത് നിങ്ങളല്ലെങ്കിൽ ഹിന്ദു ദിനപത്രത്തിന്റെ പരാതി ഉണ്ടോ? നിങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറുണ്ടോ? മിണ്ടുന്നില്ല. എന്നാ പോട്ടെ, അത് ചെയ്തത് ഈ PR ഏജൻസി ആണെങ്കിൽ PR ഏജൻസിക്കെതിരെ പരാതിക്ക് തയ്യാറുണ്ടോ? അതിനും മിണ്ടുന്നില്ല. എന്നാ അത് രണ്ടും പോട്ടെ, ഈ ലേഖനം കൊടുക്കാൻ വേണ്ടി ബന്ധപ്പെട്ട MLAയുടെ മകൻ അയാളാണോ മുഖ്യമന്ത്രിയെ ചതിച്ചത് എങ്കിൽ അയാൾക്കെതിരെ പരാതി കൊടുക്കാൻ തയ്യാറുണ്ടോ? അതിനും തയ്യാറല്ല. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി ആരും ചതിച്ചതും പറ്റിച്ചതൊന്നും അല്ല, ആസൂത്രിതമായി അങ്ങനെ തന്നെ ചെയ്തതാണ്. നോക്കൂ, ഞാൻ 2 കാര്യം കൂട്ടിച്ചേർക്കട്ടെ. ഈ DYFIയുടെ പ്രസിഡന്റ് വസീഫ് കഴിഞ്ഞ ദിവസം കൊടുവള്ളിയിൽ മുനീർ സാഹിബിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. മലപ്പുറത്തെ പോലെ തീവ്രവാദ കേന്ദ്രമാക്കാൻ ഞങ്ങൾ കൊടുവള്ളിയെ ആക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അപ്പൊ മലപ്പുറം തീവ്രവാദ കേന്ദ്രമായിട്ടുണ്ടെന്ന കാര്യത്തിൽ വസീഫിന് സംശയമില്ല, അയാളത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി അവിടെ വേറെ സംശയങ്ങളൊന്നുമില്ല. ഇന്ന് ഗവർണർ കേരളത്തിലെ പോലീസിനോട് റിപ്പോർട്ടിംഗ് ചോദിക്കുകയോ വിളിച്ചു വരികയോ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നു. എന്ന് വെച്ചാൽ അജണ്ടകൾ ഇട്ടുകൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ സംഘപരിവാറിന് ആവശ്യമായിട്ടുള്ളത് കോർത്തു കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രി. നോക്കൂ, നിങ്ങൾ അറിയേണ്ടത് കേരളത്തിൽ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ശ്രീ VS അച്യുതാനന്ദൻ. ആ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന സമയത്ത് ശരിയാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പ്രയോഗം നമുക്കെല്ലാം ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പ് ചോദ്യം, ഇതേ കാര്യം MK മുനീർ സഭയിൽ ഉന്നയിക്കുമ്പോൾ പറഞ്ഞത് ചില പേരുകൾ പറഞ്ഞ് കൊടുവള്ളിയെ സമുദായത്തെ പ്രതിക്കൂട്ടിലാക്കാൻ നിർത്തുന്നു എന്നുള്ളതാണ്. സ്വർണം കടത്തുന്ന ആളുകളുടെ പേരുകൾ ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നുള്ള ആളുകളുടെ പേരാകുമ്പോൾ പ്രതികളെ ചൂണ്ടിക്കാട്ടി സമുദായത്തിന്റെ മറപിടിക്കുന്നത് എന്തിനാണ്? അത് സമുദായത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് എന്തിനാണ്? അതാ പ്രതികളെ പ്രതികളായി കണ്ടാൽ പോരെ? അവിടെ ഒരു പ്രശ്നമുണ്ട് അരുൺകുമാർ, ഡേറ്റ വെച്ചിട്ടാണ് ഇവർ സംസാരിക്കുന്നത്. നമ്മുടെ ചോദ്യം അതാണ്. മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ, സ്വർണ്ണ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നമ്മൾ ചോദിച്ചു, എവിടെ ഡാറ്റ? മുഖ്യമന്ത്രി ഡാറ്റയുടെ പുറത്തു കരിപ്പൂർ വഴി പിടിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ എന്നുള്ളതിന്റെ ഡാറ്റ വെച്ചാണ് പറഞ്ഞത്. 150 കിലോഗ്രാം സ്വർണ്ണമാണ് പിടിച്ചത്, 123 കോടി രൂപയുടെ ഹവാല പണമാണ് പിടിച്ചതെന്ന ഡാറ്റ വെച്ച് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതാകട്ടെ 2000 നോക്കൂ പി കെ ദാസ്, നമ്മുടെ മുന്നിൽ ഒരു കണക്കുണ്ടല്ലോ. 2012-13 കാലഘട്ടങ്ങളിൽ, അതല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ പിടിച്ചത് കേവലം 40 കിലോഗ്രാം സ്വർണ്ണത്തിൽ താഴെയാണെങ്കിൽ ഇപ്പോൾ 180 കിലോഗ്രാം സ്വർണം പിടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. അഥവാ അന്ന് പിടിച്ചതിന്റെ 4-5 മടങ്ങ് സ്വർണം പോലീസ് കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണം കടത്തുന്ന ആളുകളിൽ നിന്ന് പിടിക്കുന്നു. അപ്പോൾ ഈ സ്വർണം കടത്ത് പിടിക്കുന്നതിനെയാണോ ലീഗ് എതിർക്കുന്നത് എന്നതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. ഈ PV അൻവറിനോടുള്ള ഇടതുപക്ഷത്തിന്റെ ചോദ്യവും അതാണ്.
ആ ചോദ്യം അപഹാസമാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ സ്വർണം പിടിക്കുന്നല്ലോ നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം എന്താണ്? വളരെ കൃത്യമായി മലപ്പുറം ജില്ല എന്ന് മുഖ്യമന്ത്രി പ്രയോഗിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, കരിപ്പൂർ എയർപോർട്ടിന്റെ പേരെന്താ? കാലിക്കറ്റ് എയർപോർട്ട് എന്നാണ്. നോക്കൂ, കരിപ്പൂർ എയർപോർട്ട് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഈ 21-ാം തീയതി നടത്തിയ പത്രസമ്മേളനത്തിൽ മലപ്പുറം ജില്ലയ്ക്ക് ശേഷം പറയുന്നത്. എന്നാൽ ഹിന്ദു പത്രത്തിൽ അഭിമുഖം വരുമ്പോൾ കരിപ്പൂർ അഭിമുഖം ഇല്ലാതാവുകയും മലപ്പുറം ജില്ലയിലെ തീവ്രവാദ വിരുദ്ധ ആന്റി നാഷണൽ ആന്റി സ്റ്റേറ്റ് ആക്ടിവിറ്റിക്ക് ഫണ്ട് ചെയ്യുന്നു ഈ പണം എന്ന രീതിയിലൊക്കെ മുഖ്യമന്ത്രി നിരാകരിക്കുന്നു. നിങ്ങൾ ആ വീഡിയോ പ്ലാൻ ചെയ്യും. നിങ്ങൾ ഒന്നെങ്കിൽ അരുൺകുമാർ അറിയാതെ തെറ്റു വായിക്കുന്നു. 21-ാം തീയതി പത്രസമ്മേളനത്തിൽ മലപ്പുറം ജില്ല, മലപ്പുറത്തിരുന്ന് അല്ല, മലപ്പുറം ജില്ലയിൽ മാത്രമല്ല, മലപ്പുറം ജില്ലയെന്നും ഒപ്പം കരിപ്പൂർ വിമാനത്താവളം വഴി എന്നും പറയുന്നു. അതുവരെ വളരെ ക്ലിയർ ആണ്. വാചകം എന്റെ കാതുകളിലുണ്ട് അരുൺകുമാർ. ഞാൻ പറയാം, മലപ്പുറം ജില്ലയിൽ മൊത്തം പിടിക്കപ്പെട്ട സ്വർണത്തിൽ 120 കോടി രൂപയുടെ സ്വർണം മലപ്പുറം ജില്ലയിലാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് പ്രയോഗം. അത് ഫാക്ട് അല്ലേ? അദ്ദേഹം പറയേണ്ടത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? അത് കഴിഞ്ഞിട്ടുള്ള വാചകം കരിപ്പൂർ വിമാനത്താവളം വഴിയാണ്. അതുകൂടി പറയുമ്പോൾ ആ ഫാക്ട് സാധൂകരിക്കപ്പെട്ടു. അല്ലല്ല, അവിടെ പ്രശ്നമുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മൾ ചെയ്യുന്ന ചർച്ച എന്താണ്? മലപ്പുറം ജില്ലയിലെ 2 പോലീസ് സ്റ്റേഷനുകൾ, കരിപ്പൂർ പോലീസ് സ്റ്റേഷനും കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനും ഈ പറയുന്ന ഇവിടുത്തെ SP സുജിത് ദാസും ADGP അജിത് കുമാറും ഇവർ നെക്സസ് ഉണ്ടാക്കി ഈ 2 പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ ഉപയോഗിച്ച് ഈ സ്വർണം പിടിച്ചെടുക്കുന്നു എന്ന ഒരു വാദം കഴിഞ്ഞ ഒരു മാസക്കാലം മലപ്പുറത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹം അങ്ങനെ പ്രയോഗിക്കാൻ പാടുണ്ടായിരുന്നില്ല. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. 21-ാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന്റെ വെർബാറ്റം ഇതാണ്: 3 വർഷമെടുത്ത് സംസ്ഥാനത്ത് 147.79 കിലോ സ്വർണം പിടികൂടി. അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് 124.47 കിലോ സ്വർണമാണ്. 2020 മുതൽ സംസ്ഥാനമാകെ 122.5 കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. അതിൽ 87.22 കോടി മലപ്പുറത്ത് നിന്നാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണവും ഹവാല പണവും വരുന്നുവെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് കർശനമായി തടയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. സ്വർണം, മയക്കുമരുന്ന്, കള്ളപ്പണം എന്നിവ നടത്തുന്നത് നാടിനെതിരായ കുറ്റകൃത്യം തന്നെ. യാതൊരു വിധത്തിലും അനുവദിക്കാനാവില്ല. ഇതിലെവിടെയാണ് മിസ്റ്റേക്ക്? അവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഞങ്ങൾ പറഞ്ഞ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തിരുത്തണം മുഖ്യമന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞു. അതെങ്ങനെ തിരുത്താൻ സാധിക്കും? അത് ഫാക്ട് അല്ലേ? ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രിക്ക് ഒരു കേസ് ആ ജില്ലയിൽ രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ കാരണമായി കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തുന്നു എന്ന് പറയുകയും ചെയ്താൽ ആ ഫാക്ട് ജസ്റ്റിഫൈ ചെയ്യപ്പെട്ടില്ലേ? അല്ല, അവിടെ പ്രശ്നമുണ്ട്. കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തു ഞാൻ പറയാം. കടത്തുന്നത് പറയുന്ന മുമ്പ് മലപ്പുറം ജില്ലയിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന 120 കോടി രൂപയുടെ മലപ്പുറം ജില്ലയിലാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, അത് അദ്ദേഹം ആദ്യമായി ഒരു വിഷയത്തിൽ ഇടപെടാണെങ്കിൽ കുഴപ്പമില്ല. കഴിഞ്ഞ ഒരു മാസക്കാലമായി മലപ്പുറം ജില്ലയും കേരളവും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ മലപ്പുറം ജില്ല 2 പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പോലീസുകാർ നേരിട്ട് സ്വർണം തട്ടിപ്പ് നടത്തുന്നു എന്ന വിഷയം. എന്റെ ചോദ്യം ഇതാണ്: UDF-ന്റെ കാലത്ത് പിടിക്കപ്പെട്ടതിലും കൂടുതൽ സ്വർണം LDF സർക്കാരിന്റെ കാലത്ത് പിടിക്കപ്പെടുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, PK നവാസ്? ഞാൻ ഏത് ഗവൺമെന്റ് ആയാലും പിടിക്കപ്പെടുന്നതിന് 100% സ്വാഗതം ചെയ്യുകയും പക്ഷേ അത് അല്ല, ഞാൻ പറയുന്നത് കേൾക്കൂ. അതിന്റെ കൂടെ നിങ്ങൾ ചേർത്ത് വെക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് പറയുന്നു. കരിപ്പൂർ വിമാനത്താവളം നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. കരിപ്പൂർ വിമാനത്താവളം വഴി വരുന്ന സ്വർണ്ണക്കടത്ത് പിടികൂടുമ്പോൾ കേസ് ക്രൈം രജിസ്റ്റർ ചെയ്യുന്നത് പ്ലേസ് ഓഫ് ഒക്കറൻസ് മലപ്പുറം ജില്ലയാവും. അതുകൊണ്ട് മലപ്പുറം ജില്ലയിലെ ആളുകൾ മുഴുവൻ സ്വർണ്ണക്കടത്തുകാരാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ അർത്ഥമുണ്ടോ, PK നവാസ്? അങ്ങനെയാണ് മുഖ്യമന്ത്രി എന്ത് പറയണമെന്ന് അറിയാം. കാലിക്കറ്റ് സർവകലാശാല മലപ്പുറം ജില്ലയിലാണ്. 1 ലക്ഷത്തോളം സർട്ടിഫിക്കറ്റ് മലപ്പുറം ജില്ലയിൽ വിതരണം ചെയ്യുന്ന മന്ത്രി പറയോ? അല്ലല്ലോ. അതെങ്ങനെ ശരിയാവുക? അങ്ങനെ എവിടെയെങ്കിലും പറയാറുണ്ടോ? കേരള സർവകലാശാലയിൽ തിരുവനന്തപുരത്തായതുകൊണ്ട് സർവകലാശാലയിലെ ബിരുദ സർട്ടിഫിക്കറ്റ് എല്ലാം തിരുവനന്തപുരത്ത് വിതരണം ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും? എന്താണ് PK നവാസ്? നോക്കൂ, അതെത്ര ബാലിശമായ ആരോപണമാണ്. ഞാൻ PK നവാസ് പറഞ്ഞ ഒരു പോയിന്റിനോട് യോജിക്കുന്നു. എന്താണ് അദ്ദേഹം ഹിന്ദു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ കരിപ്പൂർ വിമാനത്താവളം ഇല്ലാതെ പോവുകയും മലപ്പുറം ജില്ല മാത്രം വരികയും അത് ആന്റി സ്റ്റേറ്റ് ആന്റി നാഷണൽ ആക്ടിവിറ്റിക്ക് ഉപയോഗിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞത് തെറ്റ്. അത് മലപ്പുറം ജില്ലയെ സംശയത്തിന് നിർത്തുന്നു. പക്ഷേ നോക്കൂ, അത് മുഖ്യമന്ത്രി നിരാകരിച്ചു. അത് നടപടി വേണ്ടേ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആ ചോദ്യത്തോടും ഞാൻ അങ്ങയോടൊപ്പം യോജിക്കാം. പക്ഷേ 21-ാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞതിനോട് എന്താണ് താങ്കൾക്ക് വിയോജിപ്പ്? അതാണ് എനിക്കറിയേണ്ടത്. അല്ല, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി അവിടെ പറയുമ്പോ മലപ്പുറം ജില്ലയിൽ ഈ കേസുകൾ ഇത്രയധികം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു പറയുമ്പോൾ അതിന് എന്താണ് കാരണമെന്ന് കൂടി മുഖ്യമന്ത്രി പറയണമായിരുന്നു. അത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെടുന്ന സ്വർണം വായിച്ചത് കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണവും ഹവാല പണവും വരുന്നു എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനേക്കാളപ്പുറം മുഖ്യമന്ത്രി അതെങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത്? ആര്യൻകുമാർ, ഞാനൊന്ന് പറയുന്നത് പൂർത്തീകരിക്കാൻ സമ്മതിക്കൂ. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി ആദ്യം 120 കോടിയുടെ കണക്ക് പറയുമ്പോൾ ഈ പറയുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു പരാതി കേരളത്തിൽ നിലനിൽക്കുന്നു. പരാതി പോലീസ് പറയുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പരാതി നിൽക്കുന്നു. ഇത് ഞങ്ങൾക്ക് പരാതിയുണ്ട്, മലപ്പുറത്തെ ജനങ്ങൾക്ക് പരാതിയുണ്ട്, പരാതിക്കാരനുണ്ട്. എന്താ പരാതി?
പരാതി കൃത്യമാണ്. ഈ പറയുന്ന സ്വർണം ഈ 2 പോലീസ് സ്റ്റേഷനിൽ പിടിക്കപ്പെടുന്നത് അതുകൊണ്ട് എന്താ പ്രശ്നം? ആസൂത്രിതമാണ്. അല്ല, അതുകൊണ്ട് എന്താ പ്രശ്നം? നോക്കൂ, നവാസിന് അറിയാമല്ലോ, ഈ CRPC അന്ന് ഭാരതീയ ന്യായ സംഹിത ഇല്ലാത്ത സമയത്ത് സെക്ഷൻ 102 പ്രകാരം പിടിക്കുന്ന സ്വർണം മോഷണ മുതലായി കണക്കാക്കി തിരിച്ചു കൊടുക്കില്ല. സ്വർണ്ണക്കടത്തുകാർക്ക് ബുദ്ധിമുട്ട് പോലീസ് പിടിക്കുന്നതാ, കസ്റ്റംസ് പിടിക്കുന്നതല്ല. കസ്റ്റംസ് പിടിച്ചാൽ പിഴയടച്ചാൽ ഊരിപ്പോരാ, പോലീസ് പിടിച്ചാൽ മോഷണ മുതലായി സ്വർണ്ണം പോകും. നിങ്ങൾ വാദിക്കുന്നത് ആർക്ക് വേണ്ടിയാ? സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി വാദിക്കുന്നുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാകുന്നത് അവിടെയാ. അരുൺകുമാർ, സ്വർണം പിടിക്കുന്നത് തിരിച്ചു കൊടുക്കുന്നുണ്ടോ, അത് അവർക്ക് തിരിച്ചു കിട്ടുന്നുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കാര്യമല്ല. എല്ലാ സ്വർണവും പിടിക്കപ്പെടണം. സ്വർണം എന്നല്ല, രാജ്യവിരുദ്ധമായ എല്ലാ പ്രവർത്തനങ്ങളും, രാജ്യത്തെ നിയമം ലംഘിക്കപ്പെടുന്ന പ്രവർത്തനങ്ങളൊക്കെ പിടിക്കപ്പെടണം. പക്ഷേ അതൊരു ജില്ലയുടെ മേൽ കെട്ടിവെക്കാനുള്ള ആസൂത്രിതമായ ശ്രമം ഇതിനെ നമ്മൾ ആടിനെ പട്ടിയാക്കുന്ന ഒരു രീതിയല്ലേ? ഞാൻ പറഞ്ഞു, 21-ാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞതിൽ എവിടെയാ നിങ്ങൾക്ക് വിയോജിപ്പ്? മലപ്പുറം ജില്ലയിൽ ഈ കരിപ്പൂർ വഴി കടത്തുന്ന സ്വർണത്തിന്റെ പേരിലുള്ള കുറ്റകൃത്യമുണ്ട് എന്ന് പറയുന്നത് ഒരു ഫാക്ട് അല്ലേ? മലപ്പുറത്തിന് പിന്നെ നമുക്ക് ഉഗാണ്ട എന്ന് പറയാൻ പറ്റും? മലപ്പുറത്തല്ലേ? നിങ്ങൾ പറയുന്ന വേർഡിക്കിൽ ഒരു പ്രശ്നമുള്ളത്, മലപ്പുറം ജില്ലയിൽ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെടുന്ന സ്വർണ്ണം രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് എന്ന ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ അതിൽ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞ അങ്ങനല്ല. നോക്കൂ, അത് വളരെ ഫാക്ച്വൽ ആയ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റിൽ കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കടത്തുന്നു എന്ന് പറയുന്നതിലൂടെ മലപ്പുറം ജില്ലയെ അതിന്റെ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നു. പക്ഷേ നോക്കൂ, താങ്കൾ പറഞ്ഞതുപോലെ ഹിന്ദു പത്രത്തിൽ വന്നത് സംശയകരമാണ്. അതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. PMR ഷോ നോക്കൂ, നോക്കൂ, 21-ാം തീയതി മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിലും അതിനുശേഷം 29-ാം തീയതി ഹിന്ദുവിൽ വന്നതായി പറയപ്പെടുന്ന അഭിമുഖത്തിലും രണ്ട് രീതിയിലാണത് വന്നത് എന്നത് വ്യക്തമാണ്. ഇന്നിപ്പോൾ സഭയിൽ ചോദ്യം ചെയ്തതും അതാണ്. PR ഏജൻസിക്കെതിരെ നടപടിയെടുക്കുന്നില്ല. ADGP MR അനിൽകുമാറിനോട് ഒരു അക്ഷരമെങ്കിലും ചോദിച്ചോ? പ്രതിപക്ഷ നേതാവ് ഇന്ന് ചോദിച്ചത് പട്ടിൽ പൊതിഞ്ഞൊരു ശകാരമെങ്കിലും RSS നേതാവിനെ കണ്ട ADGPയോട് ചോദിക്കേണ്ട എന്നുള്ളതാണ്. PMR ഷോ അതിലേക്ക് വരുന്നതിന് മുൻപ് ഒരു വിമർശനം റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇന്ന് നിയമസഭയ്ക്കകത്ത് രാവിലെ എത്തിയതിന് ശേഷം അസുഖബാധിതനായി തിരിച്ച് ഡോക്ടറുടെ പക്കലേക്ക് മടങ്ങുകയും അതിനുശേഷം അവിടെ നിന്ന് ഡോക്ടർ പരിപൂർണമായിട്ടുള്ള വിശ്രമം നിർദ്ദേശിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇന്ന് സഭയിലുണ്ടായിരുന്നില്ല. സഭയിലുണ്ടാകാതിരുന്ന ഘട്ടത്തിൽ സഭയിലെ മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവശ്യമായി ഉത്തരവാദിത്വപ്പെട്ട ആളുകളെ ചുമതലപ്പെടുത്തിയാണ് സഭയിൽ നിന്ന് മാറിയത്. എന്നാൽ ഇന്ന് രാവിലെ മുതൽ ഈ ചർച്ച തുടങ്ങുന്ന ഘട്ടം വരെ അതിനെ തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വലിയ ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിൽ കവിഞ്ഞ ഒരു ഇടപെടലിനെ സംബന്ധിച്ച് നമ്മളാരും പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ചില മാധ്യമങ്ങൾ അതിനെ വളരെ തെറ്റായ നിലയിലേക്ക് വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി, തെറ്റായ നിലയിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള ചാനലുകൾ മുഖ്യനും മൗനം എന്നുള്ള തലക്കെട്ടോട് പ്രചരിപ്പിക്കുന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യനാണ്. പ്രതിപക്ഷം അത് ആകസ്മികമാണോ എന്ന് ചോദിച്ചു എന്നല്ലേ റിപ്പോർട്ടർ കൊടുത്തത്? ശരിയല്ലേ? അല്ല, റിപ്പോർട്ടറിന്റെ ടൈറ്റിൽ മുഖ്യനും മൗനം എന്നുള്ളതാണ്. ഈ നാടിനകത്ത് പ്രതിപക്ഷം ഉൾപ്പെടെ ഉയർത്തുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് യാതൊരു നിലയ്ക്കുള്ള മൗനവും പാലിക്കേണ്ടുന്ന സാഹചര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചില്ല. ഇന്നലെ ഉൾപ്പെടെ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിച്ച അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകുന്നതിന് വേണ്ടി, അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്ന സമീപനമാണ് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രതിപക്ഷം ഒളിച്ചോടിയത് ഉൾപ്പെടെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇതിനെ സംബന്ധിച്ച് മൗനം പാലിക്കേണ്ടുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. അങ്ങനെ മൗനം പാലിക്കുന്ന ഒരു ചരിത്രമല്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. അപ്പോൾ ഈ നിലയിൽ പൊതുജനങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ അത് നമ്മുടെ സമൂഹത്തിന് എന്തായാലും ഗുണകരമല്ല എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി തയ്യാറാകണം. നാളെ എനിക്കും അസുഖം വരും, അരുൺകുമാറിനും അസുഖം വരും. മുഖ്യമന്ത്രിക്ക് വോയിസ് റെസ്റ്റ് ആണ് എന്ന് സ്പീക്കർ പറഞ്ഞത് അതേപടി കൊടുക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് നമ്മൾ ആ വാർത്ത ടിക്കറിൽ മാത്രമാണ് കൊടുത്തത്, നമ്മളത് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. കാരണം ആ സമയത്ത് നമ്മൾ സഭയിലായിരുന്നു. അതിനുശേഷം വോയിസ് റെസ്റ്റ് ആണെന്ന് പറഞ്ഞു. അത് അതിനിടയ്ക്ക് കമന്ററി പറയുന്നതിനിടയ്ക്ക് ഞങ്ങൾ പറഞ്ഞു പോവുക മാത്രമേ ചെയ്തുള്ളൂ, മറ്റൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതിനുശേഷം നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെ ഇന്ന് ആവർത്തിച്ച് കൊടുത്തിരുന്ന തലക്കെട്ടുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് അങ്ങേക്ക് പരിശോധിക്കാം. അതുമായി ഏതർത്ഥത്തിൽ വേണമെങ്കിലും അങ്ങേക്ക് ആകസ്മികമാണോ ഈ അസുഖം എന്ന് ചോദിക്കുന്നത് നമ്മൾ വളരെ
വളരെ നിഷ്കളങ്കമായിട്ടാണ് റിപ്പോർട്ടർ ചാനലിന്റെ തലക്കെട്ട് വന്നത് എന്ന് അങ്ങ് പറയുന്നു. അത് അല്ല, വളരെ പ്രതിപക്ഷത്തിന് ചോദ്യം നമ്മൾ കൊടുക്കും. നിഷ്കളങ്കമാണ്. ഭരണപക്ഷത്തിന് പ്രതിരോധവും കൊടുക്കും. നോക്കൂ, ഇതൊരു മാധ്യമമല്ലേ, കണ്ണാടി എന്ന നിലയിൽ നമുക്ക് രണ്ടും പ്രതിഫലിപ്പിച്ചേ പറ്റൂ. വളരെ ആരവിടെ നിഷ്കളങ്കമായിട്ടുള്ള അതെ വളരെ 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 നിഷ്കളങ്കമായിട്ടുള്ള തലക്കെട്ടാണ് നിങ്ങളുടേത് എന്ന് നിങ്ങൾക്ക് പറയാം. അതിനകത്ത് എനിക്ക് തർക്കമില്ല. പക്ഷെ അത് ഞാൻ വിശ്വസിക്കണമെന്നുമല്ല, ഈ നാടിനകത്തുള്ള പൊതുസമൂഹം അഭിയോജിക്കാനുള്ള അവകാശം പക്ഷേ അതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന മെസ്സേജ് അസുഖബാധിതനാണെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തു എന്ന് സ്പീക്കർ പറഞ്ഞാൽ അതാണ് ശരി. അതിനപ്പുറം നമുക്കില്ല. അതെ അതെ, ആ അവകാശത്തെ എനിക്ക് വിയോജിക്കാനുള്ള അവകാശത്തെ ഞാൻ വിനിയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നവാസ് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ അവസാന ഭാഗങ്ങൾ, ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയുടെ രൂപീകരണ കാലഘട്ടം മുതലേ ആ ജില്ലയെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ജില്ലയ്ക്കകത്തുള്ള ജനവിഭാഗത്തെ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വിപുലമായ ശ്രമം നമ്മുടെ നാടിനകത്ത്, നമ്മുടെ രാജ്യത്തിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. അത് മലപ്പുറത്തിൻ്റെ രൂപീകരണത്തിൻ്റെ ഘട്ടത്തിൽ, മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള സമരങ്ങളുടെ അടക്കം പശ്ചാത്തലത്തിൽ, ഇന്ന് നിയമസഭയിൽ ഉൾപ്പെടെ അന്നുണ്ടായിരുന്ന മലപ്പുറം ജില്ലാ രൂപീകരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങൾ, കുട്ടി പാകിസ്ഥാൻ്റെ രൂപീകരണം എന്തിന് തുടങ്ങിയിട്ടുള്ള മുദ്രാവാക്യങ്ങൾ ജനസംഘം ഉൾപ്പെടെ ഉയർത്തിയതിനെ സംബന്ധിച്ചൊക്കെ നിയമസഭയ്ക്കകത്ത് തന്നെ സംവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഘട്ടം മുതൽ ഇങ്ങോട്ട് ജനസംഘം ഉൾപ്പെടെ മലപ്പുറത്തെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി, മലപ്പുറത്തെ തെറ്റായി അവതരിപ്പിക്കുന്നതിന് വേണ്ടി, മലപ്പുറം ജില്ല എന്തോ മോശമാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി, ആ ജില്ലയ്ക്കകത്തെ മനുഷ്യരെയാകെ മോശമാണെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ വിപുലമായിട്ടുള്ള ശ്രമങ്ങൾ നടന്നു പോന്നിട്ടുണ്ട്. ഈ ഘട്ടത്തിലും ഈ സമീപകാലത്തൊക്കെ തന്നെ ട്വിറ്ററിൽ ഉൾപ്പെടെ സംഘപരിവാർ സംഘടനകൾ ഉയർത്തിവിട്ടിട്ടുള്ള തെറ്റായിട്ടുള്ള നിരവധിയായ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ, അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ ഉയർന്ന മുസ്ലിം ലീഗിൻ്റെ പതാക ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാകിസ്ഥാനാണ് മലപ്പുറം എന്നൊക്കെ നിലയിലേക്ക്, പാകിസ്ഥാൻ്റെ പതാകയാണ് എന്നൊക്കെ സ്ഥാപിക്കുന്ന നിലയിലേക്ക് ഉയർത്തിയിട്ടുള്ള നിരവധിയായ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ ആ നിലയിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നിയമസഭയിലൊക്കെ ഉയർന്ന ഒരു കാര്യമുണ്ട്, മലപ്പുറം ജില്ലാ രൂപീകരണ കാലഘട്ടത്തിൽ പറഞ്ഞത് മലപ്പുറം പോലെ തീവ്രവാദ സാധ്യതയുള്ള കേന്ദ്രമാക്കി കൊടുവള്ളി മാറ്റരുത് എന്ന മറ്റൊരു പ്രയോഗം നടത്തിയിട്ടുണ്ടോ വസീഫ്? അങ്ങനെയാണെങ്കിൽ വസീഫ് മലപ്പുറത്തോട് മാപ്പ് പറയണം. പറഞ്ഞത് നവാസാണ്, ഞാൻ നേരിട്ട് കേട്ടില്ല. അല്ല, അങ്ങനെ ആ നിലയ്ക്കുള്ള വസീഫിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടിട്ടില്ല. എന്നെ പറഞ്ഞു പൂർത്തീകരിക്കാൻ വേണ്ടി അനുവദിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയുള്ളത്. ആ മലപ്പുറം ജില്ലാ രൂപീകരണത്തിൽ ഉൾപ്പെടെ ഈ നിലയ്ക്കുള്ള തെറ്റായ മുദ്രാവാക്യങ്ങളോടൊപ്പം കോൺഗ്രസ് ഉൾപ്പെടെ കേരളത്തിൽ നിലയുറപ്പിച്ചതിനെ കുറിച്ചൊക്കെ നമ്മളിന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയിൽ ഇപ്പോൾ സംഘപരിവാരം പറഞ്ഞു വെക്കുന്നത് മലപ്പുറത്താകെ മുസ്ലിങ്ങളാണ്, അത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എന്നുള്ളത് കൊണ്ട് മലപ്പുറത്താകെ മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ അത് പാകിസ്ഥാനാണ് എന്നടക്കം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതാകെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെയ്തു വെച്ച നിലയിലേക്കുള്ള ഒരു നരേറ്റീവ് വളരെ ബോധപൂർവം സൃഷ്ടിക്കുക. അല്ല ഒരു നിലക്കല്ല, ഞാൻ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ സാറേ. ആ നിലയ്ക്കുള്ളൊരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടി വളരെ വിപുലമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമത്തിൻ്റെ തുടർച്ചയിലാണ് കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണം. കരിപ്പൂർ എയർപോർട്ടിനകത്ത് നിന്ന് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുക്കപ്പെട്ടിട്ടുള്ള സ്വർണം, ആ സ്വർണത്തിൻ്റെ അളവ്, കരിപ്പൂർ എയർപോർട്ട് മുഖാന്തരം കടത്തുന്ന സ്വർണവുമായി ബന്ധപ്പെട്ട് അതിനകത്ത് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പിടിക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ അളവ് വെച്ചുകൊണ്ട് അതെന്തോ മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കുകയാണ്. അതിൻ്റെ തുടർച്ചയിൽ മലപ്പുറം ജില്ലയ്ക്കകത്ത് ജീവിക്കുന്ന ഭൂരിപക്ഷം വരുന്ന മതവിഭാഗത്തെ ആക്ഷേപിക്കുകയാണ് എന്ന നിലയിലേക്കൊരു നരേറ്റീവ് ഈ നാടിനകത്ത് UDF-ഉം മുസ്ലിം ലീഗും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘപരിവാരം പാടിപ്പതിഞ്ഞിട്ടുള്ള നരേറ്റീവിന് കൂടുതൽ ദൃശ്യത ലഭ്യമാക്കുന്ന നിലയിലേക്കാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ആ നിലയിലാണ് നമ്മുടെ നാടിനകത്ത് നിരവധിയായിട്ടുള്ള ക്രൈം ഉണ്ട്. ആ ക്രൈമും താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സ്വർണ്ണ നിരോധനം അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് നിരോധനം ഒരു മതവിധിയിലൂടെ തങ്ങൾ നടപ്പിലാക്കേണ്ടതാണോ? അതിന്റെ അർത്ഥം എന്താ? ഒരു പ്രത്യേക സമുദായത്തിലുള്ളവരാണ് സ്വർണം കടത്തുന്നതിൽ കൂടുതൽ പിടിക്കപ്പെടുന്നത്, അതുകൊണ്ട് ആ സമുദായത്തിലുള്ള ആളുകൾ അതിൻ്റെ ആത്മീയാചാര്യൻ ഒരു മത ഫത്വ പുറപ്പെടുവിച്ചാൽ സ്വർണ്ണക്കടത്ത് തടയാൻ പറ്റുമെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ് PM മാഷു? ശ്രീ KT ജലീലുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൻ്റെ തുടർച്ചയിൽ അദ്ദേഹം തന്നെ മാധ്യമങ്ങളെ കണ്ട് നിങ്ങളുടെ ഓരോ ചോദ്യത്തിനും അദ്ദേഹം കൃത്യമായിട്ടുള്ള മറുപടി നൽകി പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇതിനകത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണ ഈ ഘട്ടത്തിൽ ഉൾപ്പെടെ ഈ ചർച്ചയിൽ തന്നെ നവാസിനെ വല്ലാതെ ചൊടിപ്പിക്കുന്നത്
ഈ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്വർണം പിടിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ. ആ സ്വർണം പിടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ ആശങ്ക എന്ന് വെച്ചാൽ പിടിച്ചാലും കുഴപ്പമില്ല, പിടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എത്ര സ്വർണം ഒഴുകിയാലും കുഴപ്പമില്ല, ഏത് നിലയിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ എന്നുള്ളത്. നിശ്ചയമായും നമ്മുടെ നാടിനകത്ത് തെറ്റായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവരുത്, നിയമവിരുദ്ധ പ്രവർത്തനം ഉണ്ടാവരുത്, ടാക്സ് വെട്ടിപ്പ് ഉൾപ്പെടെ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത് എന്നുള്ളതാണ്. ആ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതിനെ തടയുന്നതിനാവശ്യമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള നിയമ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ്. അത് ഒരു പരിധിക്കപ്പുറത്ത് എന്താ പറയുക, കരിപ്പൂർ എയർപോർട്ടിലൂടെ ന്യൂനപക്ഷ വിരുദ്ധനാണ്, മലപ്പുറം വിരുദ്ധനാണ്, മലപ്പുറം വിരുദ്ധനാണ്. മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്ത് നിയമസഭയുടെ മുന്നിൽ സമരവും പ്രതിഷേധവും ഒരു ജില്ലയുടെ പേരിലുമല്ല മലപ്പുറം ജില്ലക്കകത്ത് സ്ഥിതി ചെയ്യുന്നു കരിപ്പൂർ എയർപോർട്ട് എന്നുള്ളത് കൊണ്ട് കരിപ്പൂർ എയർപോർട്ടിനകത്ത് നിന്ന് എയർപോർട്ടിലൂടെ വരുന്ന സ്വർണം എന്നുള്ളത് എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല PR ഷോ? മലപ്പുറം ജില്ലയോട് ഒരു തരിമ്പെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചു പറയാത്ത വാചകം മുഖ്യമന്ത്രിയുടെ വായിൽ തിരികെ ഹിന്ദു പത്രത്തിൽ കൊടുത്ത PR ഏജൻസിയുടെ ആ MLA യുടെ മകനെ പിടിച്ച് അകത്തിടാത്ത എന്താ? അതിനകത്ത് ഹിന്ദു പത്രത്തിനകത്ത് ആദ്യം വന്നിട്ടുള്ള വാർത്ത അതിൻ്റെ തിരുത്തൽ നമ്മുടെ നാടിനകത്തെ പല മാധ്യമങ്ങൾക്കും പരിചിതമല്ലാത്ത നിലയിൽ ഹിന്ദു പത്രം തന്നെ തിരുത്തുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതിന് തുടർച്ചയിൽ നിങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുള്ള ഒരു PR ഏജൻസിയുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ ഗവൺമെൻറ്, സംസ്ഥാന സർക്കാരോ മുഖ്യമന്ത്രിയുടെ ഓഫീസോ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് തുടർ നിയമ നടപടികൾ ഉൾപ്പെടെ വേണ്ടതുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ആലോചിക്കേണ്ടുന്ന സർക്കാർ പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം പാർട്ടിയും വേണ്ടിയിട്ടില്ല, തുടർച്ചയായ ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രിയും വേണ്ടിയിട്ടില്ല, അവർ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടില്ല. PR ഏജൻസിയെ കുറിച്ച് ഒരു അന്വേഷണമില്ല. ഞാനതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. മലപ്പുറത്തോട് ഒരു തരിമ്പെങ്കിൽ മലപ്പുറത്തെ അവഹേളിച്ച PR ഏജൻസിയുടെ പ്രതിനിധിയെ പിടിച്ചകത്തിടണം. ഈ സർക്കാരിന് വേണ്ടി കള്ളം പറഞ്ഞതാരാ? ഈ വർഗീയ ധ്രുവീകരണം നടത്തിയതാരാ? ചോദ്യമല്ലേ. ഇന്ന് സഭയിൽ പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഭരണപക്ഷം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങളുടെ കാലത്താണ് ഇതേപോലെ ഒരു ADGP RSS നേതാവിനെ കൂടിക്കാണാൻ പോയതെന്ന് അറിഞ്ഞാൽ ഒരു അന്വേഷണം നടത്തി, ആ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് വന്ന് അതിനുശേഷം മാത്രമല്ലേ ഈ നടപടിയെടുക്കൂ? അത് ഭരണപരമായ ഒരു രീതിയല്ലേ? ആ റിപ്പോർട്ട് വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയില്ലേ എന്നതാണ് ചോദ്യം. നിങ്ങൾ എങ്ങനെയാണ് അന്ന് RSS ബന്ധമുണ്ട് എന്ന് പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ട DGP ആയിരുന്ന സെൻകുമാറിനെ പ്രതിരോധിച്ചതെന്നും നമുക്കറിയാവുന്നതാണ്, അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി. അപ്പോൾ കോൺഗ്രസിന് ഇന്ന് വ്യക്തമായ മറുപടി കിട്ടിയോ സഭയിൽ? അല്ല, നോക്കൂ അരുൺകുമാർ, നമുക്കറിയാമല്ലോ കോവിഡ് ഈ രാജ്യത്ത് ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്. അതുപോലെ ഇന്ന് കേരളത്തിൽ പുതിയൊരു തരം പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആ പനിയുടെ പേര് അടിയന്തര പനി എന്നാണ്. അടിയന്തര പ്രമേയം പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ അത് അവതരിപ്പിക്കാൻ അനുമതി തേടുന്ന സമയത്ത് മാത്രം പ്രത്യേകമായി വരുന്ന ഒരു പനിയാണ് അടിയന്തര പനി. അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതിലെ വീഴ്ചയെ പറ്റിയാണ് എന്റെ സുഹൃത്ത് ആർഷു ഇവിടെ വസന്തകുമള്ളി. ഞാൻ ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല. കാരണം ഒരാളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ സഭയിൽ സ്പീക്കർ പറഞ്ഞാൽ പിന്നെ അതിന്മേൽ ചർച്ച ചെയ്യാതിരിക്കലാണ് അഭികാമ്യം. കാരണം അത് അദ്ദേഹത്തിന് പ്രായമായി, അദ്ദേഹത്തിന് അസുഖം വരുന്നു, അദ്ദേഹത്തിന് വോയിസ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്ക് വിടുക. താങ്കൾ മെറിറ്റിലേക്ക് വരും. എത്രയോ ആർജവത്തോടു കൂടിയാണ് ഇന്നലെയും ഇന്ന് ഉച്ചവരെയും അദ്ദേഹം സഭയിൽ പ്രതിപക്ഷത്തിന് നേരെ ഗോഗ്വ വിളികൾ നടത്തിയത്. അദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങനെ വന്നു എന്ന് വിചാരിച്ചാൽ അങ്ങ് അതിൽ വിശ്വാസ്യതയിൽ എടുത്തോളൂ. തൽക്കാലം അത് എടുക്കാൻ കോൺഗ്രസിനും എനിക്കും താല്പര്യമില്ല. 2, RSS മേധാവിയുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ച. ഇവർ പറയാണല്ലോ വലിയ നടപടി എടുത്തെന്ന്. എന്ത് നടപടിയാണ് എടുത്തത്? തിരുവനന്തപുരത്ത് ഇടത് സൈഡിലുള്ള ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ വലത് സൈഡിലുള്ള ഓഫീസിലേക്ക് മാറ്റി എന്നുള്ളതാണ് വലിയ നടപടി. മഹാ കഷ്ടമായി പോയി. ഇതുപോലെയൊന്നും ആരോടും ഇത്രയും പൈശാചികവും ക്രൂരവുമായി ഒരു IPS ഉദ്യോഗസ്ഥനോട് സർക്കാർ പെരുമാറരുതേ. വസന്ത് തെങ്ങുംപള്ളി, നമ്മുടെ സംസ്ഥാനത്ത് RSS നേതാവിനെ കൂടിക്കാഴ്ച നടത്തിയതിന് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ സർവീസ് ചട്ടം അനുസരിച്ച്? അല്ലല്ലോ, അതിനകത്ത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് എന്താണ് പ്രശ്നം? ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച ആ റിപ്പോർട്ടിന്മേൽ സസ്പെൻഡ് ചെയ്യാമല്ലോ. ജുഡീഷ്യൽ അന്വേഷണം നടത്തിയാൽ എത്ര നാൾ എടുക്കും അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി? അല്ല, അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയോ വേണ്ട എന്നൊരു നിലപാട് സർക്കാർ. അല്ല, ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം സംഭവിച്ച കേസുകൾക്കെല്ലാം എന്താ സംഭവിച്ചത്? ഒരു നടപടിയെങ്കിലും, ഒരു ജുഡീഷ്യൽ അന്വേഷണമെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ ഈ നാട്ടിൽ? അത് UDF ആവട്ടെ LDF ആവട്ടെ. ഇപ്പോൾ നടപടി വന്നില്ല, ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയില്ല. മറ്റെന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുക? നിങ്ങൾ
നടപ്പിലാക്കാനുള്ള ആർജവമുണ്ട് എന്നാണല്ലോ ഇവർ പറയുന്നത്. ഒന്ന്, RSS മേധാവിയെ കണ്ടു എന്നുള്ളത് മാത്രമല്ലല്ലോ പ്രതിപക്ഷത്തിന്റെ ആരോപണം. ചരിത്രത്തിൽ ഇല്ലാത്തതുപോലെ BJPക്ക് ലോക്സഭയിൽ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ആ കണ്ടുമുട്ടൽ, ആ കാഴ്ച പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് ആരോപണം. അപ്പോഴും കണക്ക് നിങ്ങൾക്കെതിരാണ്. 76,000 വോട്ട് പോയത് LDF-ന്റെ അല്ല, UDF-ന്റെയാ തൃശ്ശൂരിൽ. 1.5 ലക്ഷം വോട്ട് നിയമസഭയുമായി ബന്ധിപ്പിച്ച് നോക്കിയാൽ പോയത് LDF-ന് തന്നെയാണ്. ഏറ്റവും റീസെന്റ് നടന്ന തെരഞ്ഞെടുപ്പുമായി എന്നെ കമ്പയർ ചെയ്താലോ? അങ്ങനെ കമ്പയർ ചെയ്താൽ 1.5 ലക്ഷം വോട്ട് ഇവരുടെ എവിടെ പോയി എന്ന് ഇവർ പറയണ്ടേ? അങ്ങനെ ശ്രദ്ധിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് അതിവൈകാരികമായൊരു വികാരമാണ്. അതവിടെ ഹൈന്ദവന്റെ മാത്രം പ്രശ്നമല്ല. അത് കലങ്ങുമ്പോൾ, അതിൽ ഭംഗമുണ്ടാകുമ്പോൾ ആ വോട്ട് കൂടുതലായി നഷ്ടപ്പെടുക കേഡർ പാർട്ടികളുടെ ആവില്ല, അതൊരു സെമി കേഡർ പാർട്ടിയുടെ ആവില്ല. കേഡർ അല്ലാത്ത സിസ്റ്റത്തിൽ മതേതര വോട്ടുകളായിരിക്കും ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുക. അതിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ പോയിട്ടില്ല എന്നൊന്നും ഞങ്ങൾ പറയില്ല. നോക്കൂ, CPM പോലൊരു കേഡർ പാർട്ടിക്ക് ബൂത്ത് ലെവലിലേക്ക് പോയി വോട്ടർമാരോട് നോക്കൂ, നിങ്ങൾ നാളെ തൊട്ട് RSS അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഉള്ളിടത്ത് എങ്ങനെയാവുന്ന വോട്ട് മറിക്കാൻ സാധിക്കുക? ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക. ആ പൊളിറ്റിക്കൽ ട്രെൻഡ് ആയിരുന്നു അവിടെ തൃശ്ശൂർ പൂരം. തൃശ്ശൂരിൽ ഏറ്റവും കൂടുതൽ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ ചർച്ചകളിൽ അവിടെ എത്തപ്പെട്ട ആളാണല്ലോ ഡോക്ടർ അരുൺകുമാർ. അങ്ങേക്ക് അറിയാമല്ലോ, തൃശ്ശൂർ പൂരം എന്ന് പറയുന്ന ഫാക്ടർ, ആ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ 50% സ്വാധീനിച്ചിട്ടില്ല എന്ന് അരുൺകുമാർ പറയുമോ? അപ്പോ ആ ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് അവിടുത്തെ വിശ്വാസികളുടെ, അവിടുത്തെ മതേതര വിശ്വാസികളുടെ മനസ്സിനെ കോട്ടം തട്ടിക്കുന്ന രീതിയിൽ, വോട്ടിനെ സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ട്രെൻഡ് അതായിരുന്നു തൃശ്ശൂർ പൂരം. അതുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി RSS മേധാവിയുമായി അവിശുദ്ധ ബന്ധത്തിന് കൂട്ടുപോയി എന്നുള്ളതാണ് ആരോപണം. ശരി, അഡ്വക്കേറ്റ് വസന്ത് നെടുമ്പള്ളി, ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ RSS നേതാവ് ദത്താത്രേയ കാണാൻ വേണ്ടി ഈ ADGPയെ കൂട്ടിക്കൊണ്ടുപോയത് ഈ വിശേഷാൽ സമ്പർക്ക പ്രമുഖായ A. ജയകുമാറാണ്. ഈ A. ജയകുമാറിൻ്റെ സഹോദരൻ്റെ പേര് കൈമനം പ്രഭാകരൻ എന്നാണ്. കൈമനം പ്രഭാകരൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യ സഹോദരി ഭർത്താവാണ്, കോൺഗ്രസ് നേതാവാണെന്നാണ് ഇന്ന് നിയമസഭയിൽ വി ജോയ് പറഞ്ഞത്. അപ്പോൾ ADGPയുമായി കൂടിക്കാഴ്ച നടത്തിയ ജയകുമാറിന്റെ സഹോദരൻ കൈമനം പ്രഭാകരന് കോൺഗ്രസുമായിട്ട് ബന്ധമുണ്ടെന്ന് സഭയിൽ വി ജോയ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്തിനു പോയി എന്നുള്ളത് RSS ADGP കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യ സഹോദരനോട് ചോദിച്ചാൽ മതി. ഇതിലും ഭേദം ഹൊസബുള്ളയുടെ വീടിന്റെ താഴെയുള്ള പറമ്പിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ കോൺഗ്രസ് നേതാക്കൾ പോകാറുണ്ട്. ആ വെള്ളം എടുക്കുന്നത് കൊണ്ട് കോൺഗ്രസിന് ഇതിൽ എനിക്കറിയില്ല കേട്ടോ. ഏതെങ്കിലും RSS നേതാവിന്റെ വീട്ടിൽ വെള്ളം കോരി കൊടുക്കുന്ന പണി കോൺഗ്രസ്സുകാർക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ചെയ്താൽ തന്നെ അത് കോൺഗ്രസ് അംഗീകരിക്കുമോ എന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് RSS-നെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന പാർട്ടിയാ. എന്ത് തരം ക്യാപ്സ്യൂൾ ആണത്? അല്ലല്ല, ഇത് സഭയിൽ വി ജോയ് ചോദിച്ചതാ. അങ്ങനെ മറുപടി ഉണ്ടെങ്കിൽ പറയാം. കൈമനം പ്രഭാകരൻ ഈ വിഷയത്തിൽ ബന്ധമുണ്ടെന്നാണ് ഇന്ന് വി ജോയ് പറഞ്ഞത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ഭാര്യ സഹോദരനാണ് കൈമനം പ്രഭാകരൻ. അത് A. ജയകുമാറിന്റെ സഹോദരനാണെന്നും ഇന്ന് സഭയിൽ പറയുന്നു. അരുൺകുമാർ, നോക്കൂ, RSS നേതാവിനെ കാണാൻ പോയ ADGPക്ക് പ്രശ്നമില്ല. ആ കൂടെ അവിടെ ADGP തെറിച്ചു, പക്ഷേ കോൺഗ്രസ് നേതാവിനോട് വിശദീകരണം ചോദിച്ചോ? കൂടെ പോയ ആൾക്ക് പ്രശ്നമില്ല. കൂടെ പോയവന്റെ കുഞ്ഞമ്മയുടെ അളിയന്റെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാണ് ഇപ്പൊ പ്രശ്നം. RSS നേതാവ് ദത്താത്രേയ ഹൊസബുള്ളയുടെ അടുത്ത് പോയി സംസാരിച്ചു. അദ്ദേഹത്തെ കൊണ്ടുപോയതാരാ? എന്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നില്ല? കൈമനം പ്രഭാകരൻ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ ആരാ? ഈ സഭയിൽ തന്നെ ഉള്ള ഒരു മുൻ മന്ത്രിയുടെ ബന്ധുവാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ? അഡ്വക്കേറ്റ് വസന്ത് നെടുമ്പള്ളി, ഇതാണ് വി ജോയ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് എന്ത് തരം ക്യാപ്സ്യൂളാണിത്? അതായത് നമ്മൾ ഈ ചില പത്രങ്ങളൊക്കെ റൂട്ട് മാപ്പ് വരയ്ക്കുന്നത് പോലെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ തുടക്കത്തിൽ ഇരിക്കുന്ന വീട്ടിലെ ആളാണ് എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഒരു നാണം തോന്നുകയാണ് വി ജോയിയെ പോലെ ഇത്ര സീനിയറായ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഒരാൾ നിയമസഭയിൽ വന്ന ഒരു SFIക്കാരുടെ നിലവാരത്തിലേക്ക്, അതിലും താഴ്ന്നു ബാലസംഘക്കാരുടെ നിലവാരത്തിലേക്ക് ക്യാപ്സ്യൂൾ ഇറക്കുകയാണ്. അത് പോട്ടെ. ഏതായാലും അങ്ങ് ചോദിച്ചൊരു കാര്യം, എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കാൻ സാധിക്കുക? ഡിപ്പാർട്ട്മെന്റൽ ആക്ഷന് എന്തുകൊണ്ട് സർക്കാരിന് റെക്കമെൻഡ് ചെയ്തുകൂടാ? മാത്രമല്ല, ഇപ്പോ ക്രമസമാധാന കേൾക്കൂ, ഇപ്പൊ ഈ പറയുന്ന ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി എന്ന് പറയുന്നു. മാറ്റി അദ്ദേഹം മുമ്പ് വിജിലൻസ് ചുമതലയിൽ നിന്ന് മാറി ഏതാണ്ട് 2 ആഴ്ചക്കാലത്തോളം എന്താണ് ചുമതല എന്ന് പോലും അറിയാതെ തിരുവനന്തപുരത്ത് നട്ടം തിരിഞ്ഞു നിന്നത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത്തരത്തിൽ പോലും ഇത്തവണ അദ്ദേഹത്തിനെതിരെ നടപടിയില്ല. വളരെ സുഗമമായി, ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് ഇടത്തെ സൈഡിലെ ഓഫീസിൽ നിന്ന് വലത്തെ സൈഡിലെ ഓഫീസിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരിക്കുകയാണ്. എന്ത് നടപടിയാണിത്? വളരെ കൃത്യമാണ്. RSS നേതാവിന്റെ കാണാൻ വേണ്ടി പിണറായി വിജയന്റെ ദൂതനായാണ്
ADGP പോയത് എന്ന് ഞങ്ങൾ പകരം എന്ത് പറയുമ്പോൾ കൊടുക്കാൻ പറ്റും അഡ്വക്കേറ്റ് വസന്ത്? അതിലേക്ക് വരൂ. RSS നേതാവിനെ കണ്ടതിന്റെ പേരിൽ അത് മാത്രമാണ് നിലവിൽ റിപ്പോർട്ടിലുള്ളത്. അത് ദുരൂഹമാണ്. അത് വ്യക്തിപരമായ ആവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ അത് ചട്ടലംഘനമാണോ എന്നത് പരിശോധിക്കണം. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയത്. ഇതല്ലാതെ മറ്റെന്ത് നടപടിയെടുക്കാൻ കഴിയും? അതാണ് എന്റെ ചോദ്യം. അത് അവിടെയാണ് വളരെ കൃത്യമായി പ്രതിപക്ഷവും അതിനോടൊപ്പം തന്നെ CPIയും ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കട്ടെ. ജുഡീഷ്യൽ അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണമൊന്നും CPI ആവശ്യപ്പെട്ടിട്ടില്ല. തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടത് PV അൻവർ ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടന്നാൽ എങ്ങും എത്താനും പോകുന്നില്ല. നമ്മുടെ ജുഡീഷ്യൽ അന്വേഷണമൊക്കെ ഈ ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്ന ചങ്ങാതിമാർക്ക് കുറച്ച് ശമ്പളവും അലവൻസും കൊടുക്കാം എന്നതിനപ്പുറം ഒന്നിലേക്കും എത്തിയിട്ടില്ല. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങുംപള്ളി, ഇന്നിപ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഈ ADGP RSS കൂടിക്കാഴ്ചയിൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. സർക്കാർ പറയുന്നു അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് 23-ാം തീയതി മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എത്തിയിട്ടില്ല. മുഖ്യമന്ത്രി അറിയാത്ത കാര്യം എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് അറിഞ്ഞത്? അല്ല, കഴിഞ്ഞ ദിവസം വരെ ഈ RSS നേതാവിനെ കാണാൻ പോയത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടാണ് അറിഞ്ഞത് എന്ന് ഞാൻ വാർത്തകളിൽ കണ്ടു എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രി ഒന്നും ഓഫീസിൽ നടക്കുന്ന അറിയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് പണ്ട് ശിവശങ്കരനും പറഞ്ഞത്. ടോയ്ലറ്റ് നാപ്കിനിൽ എന്തെങ്കിലും എഴുതി കൊടുത്തോളം ഒപ്പിട്ട് തരുന്ന ആളാണ് അദ്ദേഹം, പഞ്ചപാവമാണ്, പൂച്ചയാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത്. മുഖ്യമന്ത്രി അറിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന് തന്നെ പ്രശ്നമാണ്. ഇനി സഭയിൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തെറ്റാണെങ്കിൽ അടുത്ത ദിവസം രേഖാമൂലം അദ്ദേഹം ഡിഫെൻഡ് ചെയ്യട്ടെ. പ്രതിപക്ഷ നിയമമന്ത്രി പറഞ്ഞു, MP രാജേഷ് പറഞ്ഞു, അങ്ങനെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടില്ല, ADGPയുടെ ഇന്റലിജൻസ് റിപ്പോർട്ടും ഇല്ല. ഇത് തന്നെയാണല്ലോ RSS മേധാവി ഹൊസബുള്ളയുമായിട്ടുള്ള കൂടിക്കാഴ്ചയുടെ കാര്യത്തിൽ ആദ്യമേ പറഞ്ഞത്. ഞാൻ ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ അവിടെ കണ്ടു എന്നല്ല പറഞ്ഞത്. പിന്നീട് അത് ശരിയാണെന്ന് ADGP സമ്മതിക്കുന്നു, പിന്നീട് അത് ശരിയാണെന്ന് സർക്കാരും സമ്മതിക്കേണ്ടി വരുന്നു. അവസാനം നിയമസഭാ സമ്മേളനത്തിന്റെ ശരിയാണ് പ്രസക്തമായ ചോദ്യം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വേണോ മുഖ്യമന്ത്രി അറിയാൻ? സ്വന്തം ആഭ്യന്തര വകുപ്പിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥൻ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് പ്രതിപക്ഷ നേതാവ് അറിഞ്ഞു വേണമോ? ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. വസന്ത് തെങ്ങുംപള്ളി, ഞാൻ വരാം. അതിനാവശ്യം മറുപടി പറയണം. ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഇതാണ്. നിയമപരമായി സാധ്യമായ നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. പാർട്ടി എടുത്ത നിലപാടും അതാണ്. ADGP ഏതെങ്കിലും തരത്തിൽ RSS ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ സർക്കാർ വെച്ച് പുലിപ്പിക്കില്ല. തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് DGP അന്വേഷണം നടത്തുന്നു. ത്രിതല അന്വേഷണം ആ ഘട്ടത്തിൽ നടക്കുന്നു. അതിന്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് അടുത്ത നടപടികളിലേക്ക് കടക്കും. അതിനു മുൻപ് ADGP RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉയർത്തി, പിന്നീട് PV അൻവർ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളിൽ മറ്റെന്തെങ്കിലും മെറിറ്റ് ഉണ്ടോ? PK നവാസ്. അരുൺകുമാർ, ഞാൻ എന്ത് നടപടി എടുത്തു അതിനേക്ക് അപ്പുറത്തേക്ക് നമുക്കതിൽ വലിയ ആശങ്ക ഉണ്ടാകുന്നത് ADGP അജിത് കുമാറും അതുപോലെ തന്നെ RSS നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്തയെ എങ്ങനെയാണ് CPM നേതാക്കന്മാർ പ്രതിരോധിക്കാൻ ശ്രമിച്ചത്? നോക്കൂ, നിങ്ങൾ AN ഷംസീർ എന്ന് പറയുന്ന സ്പീക്കർ, SFIയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, DYFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ്? ഒരു വലിയ സംഘടനയാണ് ഇന്ത്യയിൽ RSS, അതിന് ADGP കമ്മിഷൻ ഉണ്ടാവും. വളരെ നിസ്സാരമായി അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് MV ഗോവിന്ദമാഷ് പറഞ്ഞു, സമാനമായ രൂപത്തിലേക്ക് വ്യക്തിപരമായ കാഴ്ചയായിരിക്കാം. PA മുഹമ്മദ് റിയാസ് അങ്ങനെ തന്നെ പറയുന്നു. അവസാനം പിണറായി വിജയൻ പറഞ്ഞ എന്താണ്? വ്യക്തിപരമായ കാഴ്ചയാണോ അല്ല മറ്റെന്തെങ്കിലും ആണോ എന്ന് അന്വേഷണം കഴിഞ്ഞാലേ പറയാൻ കഴിയുമെന്ന്. നടപടി എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ നിരന്തരമായി ഈ കൂടിക്കാഴ്ചയെ ലഘൂകരിച്ച് കാണാൻ, സാധൂകരിക്കാൻ. ഇന്നിപ്പോ സഭയിൽ ചോദിച്ച ചോദ്യമാണ്, ഈ RSS നേതാവ് ഗോൾവാൾക്കറിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി കൈകൂപ്പി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ലീഗിന്റെ നിലപാടെന്താ? പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്ന് ആ ചിത്രം ഉയർത്തിക്കൊണ്ട് മറുപടി പറഞ്ഞല്ലോ സഭയിൽ. അരുൺകുമാർ അത് കേട്ടിട്ടുണ്ടാവുമല്ലോ. ചിത്രം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പോയതൊരു ക്ഷേത്രത്തിലെ പരിപാടിയിലേക്കാണ്, ആ ക്ഷേത്രത്തിന്റെ പരിപാടിയാണ് ഞാൻ പങ്കെടുത്തത്. ഇനി പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പരമേശ്വർജിയുടെ പുസ്തകമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇന്ന് പരാമർശം നടത്തിയത്. പക്ഷെ എനിക്കറിയേണ്ടത്, ഈ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്താ? ഒറ്റ കാര്യമുള്ളൂ, പരിപാടി എന്തുമാവട്ടെ, RSSുമായോ സംഘപരിവാറുമായോ ഏതെങ്കിലും തരത്തിൽ ഒരു ആഭിമുഖ്യം പുലർത്തുന്നതോ സൗഹൃദം പുലർത്തുന്നതോ ആരായാലും അത് തെറ്റ് തന്നെയാണ്. അത് എന്തിന് ഞങ്ങൾ പോയെന്നും അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ചെയ്തെന്നും ഞാൻ എന്തു ചെന്നും വ്യക്തമാക്കേണ്ടത് അതത് ആളുകളാണ്. പക്ഷേ ഏതെങ്കിലും ഒരു CPM നേതാവ് ഈ RSS ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി നിന്ന് ഇന്ന് കൈകൂപ്പി നിൽക്കുന്ന ഒരു ദൃശ്യം ലീഗിനോ UDF നേതാക്കൾക്കോ കാണിക്കാൻ കഴിയുമോ?
അരുൺകുമാർ, 1000 ചിത്രങ്ങൾ അങ്ങനെ കാണുന്നതിനേക്കാൾ ഞങ്ങൾ ഭയപ്പെടുന്നത് കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGPയെ പോലെ ഒരാൾ ഇത്തരത്തിൽ സൗഹൃദ സംഭാഷണം നടത്തി 1 വർഷം കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായി അറിയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഭയപ്പെടുന്നു. പ്രധാനപ്പെട്ട കാര്യമാണ് സൂചിപ്പിച്ചത്. ഹർഷോ അതിന് മറുപടി പറയണം. ഹർഷോ നോക്കൂ, കേരളത്തിന്റെ മുഖ്യമന്ത്രി കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? നമുക്കൊരു ഇന്റലിജൻസ് വകുപ്പില്ലേ? RSSന്റെ നേതാവായ ദത്താത്രേയ ഹോസബളയെ കാണുന്നു, ചെറിയ കക്ഷിയല്ല, അടുത്ത സർസംഘചാലകാകാൻ പോകുന്നയാളാണ്. രണ്ടാമത്തത് നോക്കൂ, റാം മാധവ്, ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പദവികളിൽ ഇരിക്കുന്നതാണ് റാം മാധവ്. ജയകുമാർ വിശേഷ സമ്പർക്ക പ്രമുഖാണ്. IAS IPS നേതാക്കളിൽ RSS പ്രത്യയശാസ്ത്രം പകർത്തുന്ന ഒരു നേതാവാണ്. ഇവരുമായുള്ള കൂടിക്കാഴ്ച, അതും ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയുള്ള കൂടിക്കാഴ്ച, ഇതൊന്നും അറിയാതെ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്ത് മുഖ്യമന്ത്രി ഇരിക്കുകയും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് അറിയുമ്പോൾ അത് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം അറിയുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ വീഴ്ചയുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഹർഷോ. അതിലേക്ക് കടക്കാം. അതിനു മുൻപ് വസന്ത് തെങ്ങുംപള്ളി മനസ്സിലാക്കേണ്ടുന്നത് SFIയുടെ നിലവാരത്തിന് എന്താ കുഴപ്പമുള്ളത്? കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് KSUവിൻ്റെ നിലവാരം ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം അദ്ദേഹം KSUവിലും പ്രവർത്തിച്ചിട്ടില്ല. KSU പ്രവർത്തനം നടത്തേണ്ടുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം മണി ചെയിൻ തട്ടിപ്പോയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. അപ്പൊ അതുകൊണ്ട് SFIയുടെ നിലവാരത്തെ സംബന്ധിച്ച് വലിയ ക്ലാസ് എടുപ്പിന് വസന്ത് തെങ്ങുംപള്ളി വരേണ്ടതില്ല എന്നുള്ളതാണ്. വസന്ത് തെങ്ങുംപള്ളി വല്ലാത്ത ക്ലാസ് എടുപ്പിന് വരേണ്ടതില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നാണ് താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയില്ലല്ലോ. മാന്യത കാണിക്കണം. നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ മിണ്ടിയിട്ടില്ല. മാന്യത ഉണ്ടെങ്കിൽ, ജനാധിപത്യ ബോധം ഉണ്ടെങ്കിൽ അല്ല, കെ സുധാകരൻ മറ്റു പലതും പറഞ്ഞിട്ടുണ്ട്. സഭയിലില്ലാത്ത ആളെ കുറിച്ച് അത്തരം കഥകൾ വേണ്ട. രണ്ടു പക്ഷത്തും ഒരു നിമിഷം വഴങ്ങണം പ്ലീസ്. നിങ്ങള് ആർഷോ തുടരാം. ഇതിനകത്ത് നമുക്കറിയാം, നമ്മുടെ ജുഡീഷ്യറിക്കകത്ത് ഉൾപ്പെടെ എക്സിക്യൂട്ടീവിനകത്ത് ഉൾപ്പെടെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ ശ്രമങ്ങളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് വിവിധ കോടതികളിൽ നിന്നുൾപ്പെടെ റിട്ടയർ ആകുന്ന ജഡ്ജിമാർ RSSന്റെ കൂടാരങ്ങളിൽ എത്തുന്നതിനെ സംബന്ധിച്ച്, അവരുടെ രാജ്യസഭാ അംഗങ്ങളാകുന്നതിനെ സംബന്ധിച്ച്, വിവിധ പൊസിഷനുകളിലേക്ക് അവരോധിക്കപ്പെടുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കേരളത്തിനകത്താണ് താരതമ്യേന അത് കുറവുള്ളത്. എന്നിരുന്നാലും കേരളത്തിനകത്ത് എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നകത്ത് ആളുകൾക്കകത്ത് പല രാഷ്ട്രീയമുള്ള ആളുകളുടെ തർക്കമില്ല. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ സംബന്ധിച്ച് ആ ഗവൺമെന്റിന്റെ പോളിസിക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ ഉണ്ടായാൽ അദ്ദേഹത്തിനെതിരെ ഒരു നിലയ്ക്കും സന്ധി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. അവർക്കെതിരെ ശക്തമായിട്ടുള്ള LDFന്റെ രാഷ്ട്രീയമായും അതിനകത്ത് തർക്കമില്ല. പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. നമ്മുടെ മുൻപിലുള്ള മുന്നനുഭവം ഈ മെയ് മാസം 22-ാം തീയതി തൃശ്ശൂരിൽ നടന്ന RSS ADGP കൂടിക്കാഴ്ചയെ കുറിച്ച് അറിയാതെ പോയത് എന്തുകൊണ്ട്? ശ്രീ അരുൺ അങ്ങ് കൂടി ഇടപെടരുത്. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ നവാസ് ഇടപെടുന്നു, വസന്ത് തെങ്ങുംപള്ളി ഇടപെടുന്നു. അതെ, ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സമയത്ത് നമ്മുടെ മുൻപിൽ അനുഭവമുണ്ട്. DGP ആയിരുന്ന സെൻകുമാറിന്റെ RSS അഫിലിയേഷൻ സംബന്ധിച്ച് പലയാവർത്തി പ്രതിപക്ഷം ഉൾപ്പെടെ ഈ നാടിനകത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്ന് എന്തായിരുന്നു നിലപാട്? രാഷ്ട്രീയമായ പിന്തുണ മാത്രമായിരുന്നില്ല, നിയമപരമായ പിന്തുണയും നിയമപരമായ പരിരക്ഷയും സെൻകുമാറിന് നൽകിയ ആളുകളാണ്. അന്ന് സെൻകുമാറിന് ആവശ്യമായിട്ടുള്ള നിയമപരിരക്ഷ നൽകാൻ മുന്നിലുണ്ടായിരുന്നത് നവാസിന്റെ പാർട്ടിയുടെ ഇന്നത്തെ രാജ്യസഭാ അംഗമായിട്ടുള്ള ഹാരിസ് പീരാനല്ലേ? സെൻകുമാറിന് ആവശ്യമായിട്ടുള്ള നിയമപരിരക്ഷ നൽകുന്നതിന് വേണ്ടി യാഥാർത്ഥ്യം. ഓക്കെ, ശരി. ആർഷോന്റെ ചോദ്യത്തിലേക്ക് വരും. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വേണമോ അറിയാൻ ക്രമസമാധാനം പോലെ വളരെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ADGP RSS നേതാവിനെ കണ്ട കാര്യം കുറഞ്ഞത് ആഭ്യന്തരമന്ത്രി വത്സന്ത് മുന്നോട്ട് വരുന്ന ഘട്ടത്തിൽ തന്നെ അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള, അങ്ങനെയാണ് നിങ്ങൾ വസന്ത് തെങ്ങുംപള്ളി നവാസിനെ മാത്രം വെച്ചുകൊണ്ട് ചർച്ച നടത്തും സാറേ.
ഒരു മര്യാദ പക്ഷേ എന്റെ ചോദ്യത്തിന് ഉത്തരം ഈ പറയൂ. പറഞ്ഞ ആളുകൾ ഇവിടെ വന്ന് അങ്ങനെ വായിച്ച് പ്രശ്നങ്ങൾ മാത്രം അത് ഞാൻ കാര്യം ഇടപെടുന്ന വെക്കണ്ട. സാഹചര്യം ചോദ്യത്തിന് ഉത്തരം പറയൂ ഹർഷ. ഞാൻ ഇടപെടുന്ന സാഹചര്യം എന്റെ ഉണ്ടായോ? ചോദ്യത്തിന് ഒറ്റ ഇടപെടുന്ന ചോദ്യം. സാഹചര്യം ഉണ്ടായോ? നമ്മുടെ മുൻപിൽ അനുഭവമല്ലേ പ്രവീൺ തൊഗാഡിയ ഈ നാടിനകത്ത് വന്ന് വർഗീയ വിദ്വേഷം വിളമ്പിയ ഘട്ടത്തെ കുമ്മനം രാജശേഖരൻ എഴുതി കൊടുത്ത കത്തിന്റെ പുറത്തെ കേസ് പിൻവലിച്ച ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന UDF-ന്റെ കാലം ഓർമ്മയുണ്ട്. ആ നിലയിലായിരിക്കില്ല ഇടതുപക്ഷ ജനാധിപത്യ ഇടപെടുക എന്ന് മനസ്സിലാക്കിയ സർക്കാരിന്റെ പോളിസിക്ക് വിരുദ്ധമായി അതിശക്തമായിട്ടുള്ള നിയമ എന്നിട്ടാണോ ഒരു നിമിഷം വസന്ത മറുപടി. അല്ല, മോഹൻ ഭാഗവത് വന്ന് ദേശീയ പതാക ഉയർത്തി പോകുമ്പോ കൈയടിച്ച് ചിരിച്ചവരാണ് ഇവർ. അവരാണിപ്പോ ഈ കഥകളെല്ലാം പറയുന്നത്. രണ്ടാമത് ആർഷോ പ്രവീൺ കേസ് എഴുതി തള്ളിയതിന്റെ അല്ല ചോദിച്ചു. അല്ല ഒരു നിമിഷം വസന്ത് ചോദിച്ചു. ഏതെങ്കിലും ഒരു CPM-ന്റെ ഏതെങ്കിലും ഒരു LDF-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് ഈ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി കൈകൂപ്പി നിൽക്കുന്ന ഒരു ദൃശ്യം കാണിച്ചു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ വസന്ത്? അല്ല, ഞങ്ങൾ അവിടെ ഗണേശോത്സവത്തിൽ പങ്കെടുക്കും. അത് RSSന്റെ പരിപാടിയല്ല. പക്ഷേ ഇവരുടെ ചിത്രങ്ങൾ കിട്ടില്ല. ഇവർ രാത്രിയിൽ തലയിൽ മുണ്ടിട്ടും ADGP ഔദ്യോഗിക വാഹനം ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ ഉപേക്ഷിച്ചൊക്കെ പോകുന്നോണ്ട് ചിലപ്പോ ചിത്രങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇവർ തലയിൽ മുണ്ടിട്ട് രാത്രികാലങ്ങളിലും ADGP ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചൊക്കെയാണ് പോകുന്നത്. ADGP ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചു പോയി എന്നുള്ളത് ശരിയാണ്. രണ്ടാമത്തെ ഭാഗം വസ്തുതയ്ക്ക് ഇനി തെളിയിക്കപ്പെടേണ്ടതാണ്. താങ്ക് യു ശ്രീ നവാസ്. ക്കെതിരായ കേസ് എഴുതി തള്ളിയത് ഡിബേറ്റ് അവസാനിക്കുന്നു. Debate with Dr. Arun Kumar.